പവർ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുള്ള തകർപ്പൻ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യും. അത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ് എന്നാണ് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഉദ്ദേശിക്കുന്ന ലെവലിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. എന്താണ് ഡിസിപ്ലിൻ? ശരിക്കും ഇന്ററാക്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. എങ്കിൽ പോലും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങളൊക്കെ വളരെ ഹാർഡായിട്ട് പോകുന്ന സമയത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതിനാണ് ഡിസിപ്ലിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതൊരു പണിഷ്മെന്റ് ഒന്നുമല്ല, ഒരു സെൽഫ് കൺട്രോൾ ആണ് നമ്മൾ തിരിച്ചറിയാം. പലപ്പോഴും പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്തോ പണിഷ്മെന്റ് ആയിട്ടാണ്. അതൊരു സെൽഫ് കൺട്രോൾ ആണ്. ഇതാണ് സക്സസിന്റെയും ഗ്രോത്തിന്റെയും ഫൗണ്ടേഷൻ തിരിച്ചറിയുന്നത് ഡിസിപ്ലിൻ. അപ്പൊ നമുക്കറിയാം നമ്മളത് ചെയ്യുന്നത് എന്തിനാന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല ബോധ്യമുണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തിരിച്ചറിയുന്നത്. ശരിക്കും പറഞ്ഞാല് ഡിസിപ്ലിൻ എവിടേക്ക് വേണം? നമ്മുടെ ചിന്തകളിൽ അതുണ്ടാവും. ഒരു ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റും. ഡിസ്ട്രാക്ഷൻസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നമ്മുടെ സെൽഫ് ടോക്ക് എല്ലാം പോസിറ്റീവ് ആണെന്നുള്ള ഉറപ്പുവരുത്തണം. എങ്കിലും നമ്മൾ ഡിസിപ്ലിൻഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചില റിയാക്ഷൻസ് ഉണ്ട്, അത് കൺട്രോൾഡ് ആവും. ഈ റെസ്പോണ്ട് ചെയ്യണം, റിയാക്ട് ചെയ്യണം. ഡിസിപ്ലിൻഡ് തിങ്കിങ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. പലപ്പോഴും ഈ നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സമയത്ത് ആകെ മനസ്സിലേക്ക് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ആക്ഷൻസ്, ചില പ്ലാനൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക, അതൊരു ഡിസിപ്ലിന്റെ പാർട്ടാണ്. നമ്മുടെ ഹാബിറ്റുകൾ, റൊട്ടീൻസ്, കമ്മിറ്റ്മെന്റ്സിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, ഇതെല്ലാം ഡിസിപ്ലിന്റെ പാർട്ടാണ്. ഡിസിപ്ലിൻ എന്ന ഒറ്റ വാക്കെടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാത്തിലൂടെയും കടന്നു പോകാം. ഒന്ന് നമുക്കൊന്ന് നോക്കാം ഡിസിപ്ലിൻഡ് തിങ്കിങ്. പലപ്പോഴും ഇവിടുന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്ത എവിടുന്നാന്നുള്ളതാണ്. അവിടെ ഡിസിപ്ലിൻ ഇല്ലേ തന്നെ പകുതി കഴിഞ്ഞു. പലപ്പോഴും നമ്മുടെ ഫോക്കസ് മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ചില കാര്യങ്ങൾ ശരിക്കും പറയാൻ നിങ്ങൾ എന്താണ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് എത്തുന്നത് വരെ നമ്മുടെ ഫോക്കസ് മാറാൻ പാടില്ല. അത് അവിടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഈ സാധനമൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് മാറാൻ സാധ്യതയാണ്. അപ്പൊ തന്നെ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് ഒന്നും ശരിയാവാൻ പോകുന്നില്ല, എത്ര നാളായി ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. സെൽഫ് ടോക്ക് പോസിറ്റീവ് ആയിരിക്കാം. കാരണം ഇത് നിങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. പലപ്പോഴും പല ആൾക്കാരുടെ വിജയത്തിൽ തടസ്സമാകുന്നത് നിങ്ങളുടെ സെൽഫ് ടോക്കുകളാണ്. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് സംസാരിക്കുന്നത് പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ചില ആൾക്കാരോട് കയറി അങ്ങ് ചൂടായി കളയാം. നമുക്ക് വായി തോന്നണൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയാം. എന്തിന് റെസ്പോണ്ട് ചെയ്യുന്ന രീതി, റെസ്പോണ്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് റിയാക്ട് ചെയ്യാന്നതിനപ്പുറത്തേക്ക് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടെന്ന് അറിയുക. അപ്പൊ അവിടുന്ന് ഒരു ആക്ഷൻ ഉണ്ടായി, അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ തിരിച്ച് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഡിസിപ്ലിൻ എപ്പോഴും നമ്മളുടെ സക്സസിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവും. എന്തിനാണ് ഡിസിപ്ലിൻ അറിഞ്ഞിട്ടാണ്. അപ്പോ നമ്മുടെ വർക്ക് ഹാബിറ്റ്സുകളും അതിനെ സ്ട്രെങ്തൻ ചെയ്താണ്. ഇപ്പൊ ചില ഇമോഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മളുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ചില ഹാബിറ്റുകളുണ്ട്, അതിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കണം. ചില ടാസ്ക് ഒക്കെ എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാം. ഈ പ്രൊക്കാസിനേഷൻ എന്ന് പറഞ്ഞ സാധനത്തെ എലിമിനേറ്റ് ചെയ്യും. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. ഇപ്പോ ഒരു ചലഞ്ച് ആയിട്ട് എടുക്കണം എല്ലാത്തിനും, എന്നിട്ട് നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യണം. പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും, മറന്നുപോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സംസാരിക്കുന്ന സമയത്ത് ഒരു മൈൻഡ്ഫുൾ സ്പീച്ചിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അതാണ് ഏറ്റവും നല്ലത്. ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ശരിക്കും ഒരു റെസ്പെക്റ്റോട് കൂടി സംസാരിക്കും.
ഇങ്ങനെ വരുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ നമ്മൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് വളരെ വലുതായിരിക്കും. ചെറിയ ആൾക്കാരോട് നല്ല റെസ്പെക്റ്റോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ നല്ലൊരു ഫീൽ ഉണ്ടാവും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ സമയത്ത് ഓരോ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ടാവും. ഇവിടുത്തെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഡിസിപ്ലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നുണ്ടാവും. റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ ആക്കാൻ പറ്റും, കൂടുതലാക്കാൻ പറ്റും. അതിനേക്കാൾ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമൊക്കെ ശരിയാവും. ഒരു ലോങ് ടൈം സക്സസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നല്ല ഒരു കൺട്രോൾ ഉണ്ടാവും. എങ്ങനെ നമുക്കൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ പറ്റും? വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് പലപ്പോഴും പോയിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമൊക്കെ എടുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കണം അതിന് വേണ്ടിയിട്ട്. പിന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകും. കുറെ ആദ്യം തന്നെ എടുത്ത് നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത സാധനമൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റാറുള്ളത്. വളരെ ചെറിയ ഇതായ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാക്കുക. പിന്നെ അത് തുടർച്ച ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിമൈൻഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം. ഞാനിപ്പോ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉണരുന്ന ഒരു ടൈമുണ്ട്. ബുക്കിന് വേണ്ടി നമ്മൾ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈമുണ്ട്. അത് തന്നെ സ്ലൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ചില PPTs തയ്യാറാക്കുന്നുണ്ടാവും. അപ്പൊ ഓരോ അതിനൊക്കെ റിമൈൻഡറുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സ്റ്റോക്കുകൾ ഉണ്ടാവും. അത് കഴിയുന്ന സമയത്ത് ഇപ്പൊ സപ്പോസ് നമ്മളൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടൈം പീരീഡിൽ ഈ സാധനം വരുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അത് അപ്ലോഡ് ചെയ്യും. ഇതിനൊക്കെ റിമൈൻഡറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അത് എത്ര തിരക്കുകളുണ്ട് മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും ആ റിമൈൻഡറുകൾ കറക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറുടെ അക്കൗണ്ടബിൾ ആകുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ എല്ലാ ഏരിയയിലും വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് റിവാർഡ് ചെയ്യണം. ഇപ്പോ പലപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരാൾ ഒരു കാര്യം റെഗുലറായിട്ട് ചെയ്തോണ്ടിരിക്കുക അയാളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ കണ്ടിട്ട് വിടും. അതിന് പകരം റെഗുലറായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഫേസ്ബുക്കിൽ നമ്മളുടെ പരിചയത്തിലുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ആരുടെ കണ്ടാലും ഒരു ലൈക്ക്, ഷെയർ, കമന്റ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, അത്തരം വന്ന റിലേഷൻഷിപ്പുകളൊക്കെ നമുക്ക് കിട്ടുന്നത് ഭയങ്കര വലിയ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയില്ലെങ്കിൽ അവർ വന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസകരമായിട്ടുള്ളതുണ്ട്. കാരണം അതൊരു റെഗുലർ പ്രോസസ് ആയിട്ട് മാറും. പലപ്പോഴും പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. ഈ ഫ്രണ്ട്സിനെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചൊന്നും അറിയില്ല. പക്ഷെ തിരിച്ചറിയണമെങ്കിൽ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കും. നിങ്ങൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ റെഗുലറായിട്ട് നിങ്ങളുടെ ലൈക്കോ കമന്റോ ഒക്കെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കും. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ബിഗ്ഗർ ഗോൾസ് നമ്മുടെ മനസ്സിലുണ്ടാവും. ചെയ്യുന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ബിഗ്ഗർ ഗോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ലൈഫ് ഒരു റിയൽ ടൈം ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ അടുത്ത് തന്നെ വരുന്ന സമയത്ത് വല്ല യാത്രക്കിടയിൽ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആരെങ്കിലൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ അവരോട് ചോദിക്കുക എങ്ങനെയായിരുന്നു നിങ്ങളുടെ തുടക്കം, എങ്ങനെയായിരുന്നു? അദ്ദേഹം മരിച്ചുപോയി. ഞാൻ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ലീഡറെ മീറ്റ് ചെയ്തു. അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലും. ഞാൻ കുറച്ച് രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആള് പലതവണ മത്സരിച്ചു. പക്ഷെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. സംസാരിച്ച സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് സംസാരിച്ച സമയത്ത് ഞാൻ വെറുതെ ചോദിച്ചു, സാർ എങ്ങനെയായിരുന്നു തുടക്കം, എങ്ങനെയായിരുന്നു? ആള് കുറച്ചു നേരം ചെയ്തിട്ട് ഇത് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആയി പോയല്ലോ. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മരിക്കുന്നവരെ നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. വെറുതെ അദ്ദേഹം സക്സസ്ഫുൾ ആയില്ല എന്നൊരു ആൾക്ക് പോലും ഉറപ്പില്ല. പക്ഷെ നമ്മൾ ഇടക്കിടക്കൊക്കെ നോക്കി കാണുന്ന വ്യക്തിത്വമായിരുന്നു. ഞാൻ എന്താ ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെ മീറ്റ് ചെയ്യുന്ന സമയത്തും അവർക്കൊക്കെ ഇഷ്ടമാണ്, അവരുടെ സ്റ്റോറി പറയാൻ ഇഷ്ടമാണ്, എങ്ങനെയാണ് വന്നത്, ഇതൊക്കെ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ടോ. ചില സ്റ്റോറീസ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. മോട്ടിവേഷണൽ സ്റ്റോറീസ് ഉണ്ടാവും. ഡിസിപ്ലിനിലൂടെ വലിയ വിജയങ്ങൾ നേടിയ മോട്ടിവേഷണൽ സ്റ്റോറീസ് ഉണ്ടാവും. നമ്മളതൊന്ന് ചെക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഞാനിത് ചെയ്യേണ്ടത് ഇങ്ങനെയാണല്ലോ. ഈ നമ്മുടെ അക്കംപ്ലിഷ്മെന്റിലേക്ക് ഉള്ള ഒരു ബ്രിഡ്ജാണ് ഡിസിപ്ലിൻ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഏരിയ തിരഞ്ഞെടുക്കും, അത് ഡിസിപ്ലിൻഡ് ആവുക.
പതുക്കെ പതുക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എല്ലാത്തിലും അത് കൃത്യമായിട്ട് പാലിക്കുന്നത് കാണാൻ പറ്റുന്നു. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങ് വിട്ടുകളയും, സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് കയറി വരാൻ പറ്റുന്നുണ്ട്. ആദ്യം നമ്മൾ വേണ്ട ഏരിയ എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് തോട്ട്സിലാണ്, തിങ്കിങ്ങിലാണ്. കാട് കയറി ചിന്തിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളതിലേക്ക് ഒന്ന് ഫോക്കസ്ഡ് ആവും. മൈൻഡിനെ ഫോക്കസ്ഡ് ആക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോ ഇതൊരു ഉത്സവ സീസൺ, എല്ലാവരും മനസ്സിലും പോസിറ്റീവ് ചിന്തകൾ വരും. ഇതേ സമയത്ത് തന്നെ നെഗറ്റീവ് ചിന്തകളും വേണേ വരാം. നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് ഫോക്കസ്ഡ് ആയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആയിരിക്കും. പലപ്പോഴും നിങ്ങളുടെ ഗോളിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന സമയത്താണ് ഡിസ്ട്രാക്ഷൻസ് വന്നു വരും. ഒരാവശ്യമില്ലാത്ത സാധനത്തിലേക്ക് പോയി നമ്മൾ തലയിടും. അത് അവിടുന്ന് അടുത്ത ഇതിലേക്ക് കടക്കുന്നുണ്ടാവും. എളുപ്പ വഴി സെൽഫ് ടോക്ക് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത്, ഇടക്കിടക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചില തോട്ട്സ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് വന്നിട്ടിരിക്കും. അപ്പം ചില ആൾക്കാർ ചോദിക്കാറ്, ചിന്തകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യണ്ട, പതുക്കെ അവിടെ നിന്ന് നിർത്തുക, ആ ചിന്തകളുടെ ചോദിക്കുക. ഓക്കെ, എന്താണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാര്യം എന്താണ്? ജസ്റ്റ് വെറുതെ ഒരു ഇച്ചിരി 2-3 സെക്കൻഡ് എടുത്താൽ മതി. ഓക്കെ, ഇതെനിക്ക് ആവശ്യമുള്ളതാണ്. അത്തരം തോട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, ഈ ചിന്ത എനിക്ക് ആവശ്യമുള്ളതാണ്. ഇല്ല ഇല്ലെങ്കിൽ പിന്നെ ഒറ്റ പരിപാടിയില്ല, ആവശ്യമുള്ള ചിന്തിച്ചേക്കണം. അല്ല, ചിന്തകൾ ഇല്ലാതാക്കാനും നമുക്ക് പറ്റും. ചിന്തകൾ വരും, അത് എവിടുന്ന് വരുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തൊട്ടു മുമ്പ് സംസാരിച്ച ഒരാളുടെ അടുത്ത് നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എവിടുന്നെങ്കിലൊക്കെ തോട്ട്സ് വരും. പക്ഷെ ആ തോട്ട്സ് ആവശ്യമുള്ളതാണോ ഇല്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവിടെയാണ് പലപ്പോഴും സക്സസും അല്ലാത്ത നമ്മളുടെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന അവിടെ നിന്നാണ്. നിങ്ങളുടെ സെൽഫ് ടോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ചില തോട്ട്സ് വരുന്ന സമയത്ത് ആവശ്യമില്ലാത്ത തോട്ട്സ് ആണ് വരണമെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനും ആവശ്യമുള്ള ചിന്തിക്കാനുമുള്ള ലെവലിലേക്ക് നമ്മൾ മാറുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ഡിസിപ്ലിന്റെ പാർട്ടാന്നുള്ളത് മനസ്സിലാക്കുക. പോസിറ്റീവ് ടോക്ക് എന്ന് പറയുന്നത് ഡിസിപ്ലിന്റെ പാർട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി. പെട്ടെന്ന് സങ്കടപ്പെടുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഒന്ന് സ്റ്റേബിൾ ആണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ചില റിയാക്ഷൻസ്, ഒരാൾ വന്ന് നിങ്ങൾ വല്ലാണ്ട് പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടോ? നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരാണ് നമ്മുടെ കാര്യം തീരുമാനം. വളരെ നല്ല പോളിഷ്ഡ് ആയിട്ടൊക്കെ കൊണ്ടുവരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലെ പ്രത്യേക ഒരു സൊസൈറ്റിയിൽ വെച്ചിട്ട് വേറെ ഒരാള് നിങ്ങളെ ശരിക്കും ദേഷ്യം വരുത്തി, നിങ്ങൾ അവിടെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് നിങ്ങളുടെ ഇതുവരെയുള്ള മുഴുവൻ സാധനം നശിപ്പിച്ച് കളയുന്നു. അപ്പൊ അവിടെ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻസ് നമുക്ക് കൺട്രോൾ ഉണ്ടാവും. പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഈസി ആകുന്നുള്ള കാര്യമൊന്നും. ഒരാൾ പെട്ടെന്ന് ചൂടായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ മധ്യത്തിൽ വെച്ചിട്ട് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ആളുടെ മുഖത്ത് നോക്കി ചിരിക്കാനും അയാളെ ഇല്ലാതാക്കാനും പറ്റും. ഒരു ചിരി കൊണ്ട് ആ ആളെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും. മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ മോശപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് അയാളെ നോക്കി നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ആൾ ഇല്ലാതായില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം നമ്മുടെ മുഖാന്ന് മാറും, നമ്മൾ അതിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്തുണ്ടാവും. റെസ്പോണ്ട് ചെയ്യാൻ, റിയാക്ട് ചെയ്യാൻ കേൾക്കുമ്പോൾ വളരെ രസമായിട്ടൊക്കെ തോന്നുന്ന കാര്യമാണ്. പക്ഷെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ അത് ചെയ്യാൻ പറ്റും. ഒരു ഡിസിപ്ലിന്റെ പാർട്ടാണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് ഈ ദേഷ്യപ്പെടാൻ വേണ്ടി സംസാരിക്കുന്ന സമയത്ത് മനസ്സിൽ നമ്മൾ ഉണ്ടായാൽ മതി, ഈ ആൾക്ക് എന്താണ് ഇത്ര ഇതായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങളോട് ഡയറക്ട്ലി മോശമായിട്ട് സംസാരിക്കുന്ന ഒരാള് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് സെയിം തന്നെ ആയിരിക്കും. അത് മാറ്റാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റില്ല, പക്ഷെ ഒരു പുഞ്ചിരി കൊണ്ട് അത് പറ്റിയെന്ന് വരും. വെറുതെ അയാളുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് തന്നെ നോക്കും, ഇയാൾ എന്തുമാത്രം പാടുപെട്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ഇയാൾക്ക് അതിനൊരു അവാർഡ് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് അതിനെ തിരിച്ചൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾക്ക് നടക്കുന്ന ഇപ്പോ ഭയങ്കര താരിഫ് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വലിയ ടോപ്പിക്കൊക്കെയാണ്. ഇന്ത്യയും US ആയിട്ടൊക്കെ താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഏതോ ഒരു ഇമോഷണൽ അയാൾക്കുണ്ടായ ഒരു 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 ചലഞ്ചിങ് സിറ്റുവേഷൻ അദ്ദേഹം എടുത്ത തീരുമാനമാണ്. അപ്പൊ അതിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുക. കാരണം ആ ഡിസിഷൻ ശരിയാണോ ഇല്ലയോ, കാരണം സപ്പോർട്ട് വേണ്ട പോലെ കിട്ടുന്നില്ല. അങ്ങനെ പല ചലഞ്ചസിലൂടെ അത് ഫ്രാക്ഷൻ സെക്കൻഡ് നമ്മൾ എടുക്കുന്ന ചില തീരുമാനമാണ് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകും. അത് പക്ഷെ ചിലപ്പോൾ മുന്നോട്ടാവാം, അല്ലെങ്കിൽ പുറകോട്ടാവാം. അപ്പൊ അവിടെയാണ് പലപ്പോഴും നമ്മൾ ഇതിന്റെ റിയാക്ഷനേക്കാൾ ഇമ്പോർട്ടൻറ്റ് റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾക്ക് ഒരാൾ നിങ്ങളുടെ എന്തെങ്കിലും രീതി പ്രതികരിക്കുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നു, പക്ഷെ റിയാക്ഷൻ ആവരുത്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ ഉണ്ടായി അതിന്റെ റിയാക്ഷൻ ആവുന്നതിന് പകരം
നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അത് ചിന്തിച്ചുറച്ചിട്ടായിരിക്കില്ല. നിങ്ങൾ തീരുമാനിച്ചാണെങ്കിൽ ഓക്കെ ആണ്, അതിനെക്കുറിച്ച് യാതൊന്നും നോക്കേണ്ട കാര്യമില്ല. കൺട്രോൾഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഡിസിപ്ലിൻഡ് ആക്ഷൻസ്. ഈ ഇഷ്ടംപോലെ പ്ലാനൊക്കെ നമ്മൾ തയ്യാറാക്കും, നമ്മളുടെ ഗോള് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പ്ലാനൊക്കെ തയ്യാറാക്കും. പക്ഷെ ആ പ്ലാനുകളൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. ആ പ്ലാനുകൾ നമ്മൾ നടപ്പിലാക്കും. അതുപോലെ തന്നെ നമ്മുടെ റൊട്ടീൻസും ഹാബിറ്റ്സും ഒക്കെ അതിലേക്ക് കണക്റ്റഡ് ആക്കും. എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കരുതുന്നു നിങ്ങളുടെ ഹയർ ആയിട്ടുള്ള ആളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ഒരു ചെറിയ പ്രശ്നം സംഭവിക്കുന്നു. അയാൾ ചിലപ്പോൾ ഒരു തവണത്തേക്ക് നിങ്ങളോട് ക്ഷമിച്ചു തരുന്നുണ്ടാവും. പോട്ടെ, സാരമില്ല, ഇത്ര നാൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതല്ല, ഇപ്പം ആ കമ്മിറ്റ്മെന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കൺട്രോളിലല്ലാത്തൊരു സാധനം നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അവനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനുള്ള എളുപ്പവഴിയാണ് കമ്മിറ്റ്മെന്റുകൾ മീറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം നിങ്ങളുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ചങ്ങാതി അത് രജിസ്റ്റർ ചെയ്യും. ഒരു ഫെയിലിയർ അവിടെ രജിസ്റ്റർ ചെയ്യും. അത് പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ബ്രെയിൻ തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ പഴയ ഫയൽസുകൾ വെച്ചിട്ടാണ്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്താൽ ചെയ്യുന്ന ആളാണോ ഇല്ലേ എന്നുള്ളത് ആൾ അനലൈസ് ചെയ്തിട്ടാണ് ആ കാര്യത്തിലേക്ക് കടക്കുക. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ സക്സസ് റേഷ്യോ നോക്കൂ. അത് ശരിയായ രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ ആൾ ആ ഫയലിലേക്ക് ഇട്ടിട്ടാൽ നിങ്ങൾ എത്ര കടന്ന് പാടുപെട്ട് പടയെടുത്താലും വിജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാത്തിലും നമ്മളൊന്ന് അവെയർ ആവുക. ഓക്കെ, ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്, ഇതിനു വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് വന്നാലാണ് നമുക്ക് ഒരു വലിയ സക്സസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുക.